ഏതായാലും ഇന്ന് അനുമോൾക്ക് അങ്ങനെ പ്രതീക്ഷിച്ചത്ര വലിയ കങ്കേമമായിട്ടുള്ള വഴക്കുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു പരിഗണന നമ്മുടെ അനുമോളോട് കാണിക്കും. എല്ലാവരും ഒറ്റപ്പെടുത്തി, ഇനി ബിഗ് ബോസും കൂടെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു പരാതി പറയണ്ട എന്ന് കരുതിയിട്ടായിരിക്കും കേട്ടോ. കുറച്ച് ഫണ്ണായിട്ടാണ് അനുമോളുടെ പ്രശ്നത്തെ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, അനുമോളോടൊപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എങ്കിലും ഫണ്ണാക്കി ചോദിക്കുകയാണ്. എന്താ അനുമോളെ, അനുമോളുടെ പ്രശ്നം എന്നുള്ളൊരു രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ആര്യന് ക്യാപ്റ്റൻ ആകാനൊന്നും അല്ല, ഇമ്മ്യൂണിറ്റി കിട്ടി അവിടെ പിടിച്ചു നിൽക്കാനാണ് എന്ന്. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, അവിടെ നിൽക്കുന്ന എല്ലാവരും അത്തരത്തിലല്ലേ ചിന്തിക്കുന്നത് തന്നെ അങ്ങനെ ആകണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാനാണ് നോക്കുന്നത്. അത് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടോ വോട്ട് കിട്ടിയിട്ടോ എങ്ങനെയെങ്കിലും അതിൽ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സേഫ് ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ പ്രേക്ഷകരെ ഇത് സേഫ് ഗെയിം ആണ്, നിങ്ങൾ വോട്ട് കൊടുക്കരുത്, അവരെ ഔട്ടാക്കൂ എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഇത് അൺഫെയർ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഇതൊരു വൃത്തികെട്ട സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വോട്ട് കൊടുക്കരുത്, ഔട്ടാക്കൂ. അതുകൊണ്ടാണ് ഈ അനുമോളെ ഹെയ്റ്റ് ചെയ്യുന്നവരോട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അനുമോള് എന്ത് സ്ട്രാറ്റജി എടുക്കും. ഇപ്പം റിയൽ ആയിട്ട് നിന്നാലും ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റും. അനുമോൾ എടുക്കുന്നത് സ്ട്രാറ്റജി അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് റിയൽ ആയിട്ട് നിൽക്കുക. ആദ്യം തൊട്ടേ പുള്ളിക്കാര് റിയൽ ആണ്. കുറച്ചധികം കളിച്ചും ചിരിച്ചും നിൽക്കാന്ന് കരുതി വന്നതാണെങ്കിലും ഈ കളിയും ചിരിയൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. പിന്നെ ആദിലയും നൂറയുമായിട്ടൊക്കെ ഒന്ന് കുറച്ച് ഫണ്ണാക്കി വന്നപ്പോഴത്തേക്കും ആദിലയുടെയും നൂറയുടെയും സ്ട്രാറ്റജി കുറച്ചൊന്ന് മാറ്റി, അപ്പോഴത്തേക്കും അനുമോള് പെട്ടുപോയി. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, അനുമോളെ എന്താണ് പ്രശ്നം? ഇത് കഴിഞ്ഞിട്ട് ബാക്കി 9 പേരോടും, അതായത് അനുമോൾ വേഴ്സസ് ബാക്കി 9 പേരാണല്ലോ ഇപ്പൊ ബിഗ് ബോസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്.